ഇതിന് അഞ്ചാം ദിവസം യേശുവിനെ കുറിച്ച് തറയ്ക്കുന്നു. ഒന്ന് പറയുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ താമസമാണ് ഞങ്ങളുടെ രാജ്യഭരണം ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പല ഭൂമിയിലാണ് വേണ്ട ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ കടം ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാണ്ട് ആക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരിയെ കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവിന് എനിക്ക് കിട്ടണമെന്ന് അങ്ങോട്ട് തരത്തിലുള്ള എനിക്ക് കിട്ടണമെന്ന് വസ്ത്രമേ ഭാവിനെ മനസ്സിലാക്കി വിഷമയമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരിയെ കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാ അഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവിന് എനിക്ക് കിട്ടണമെന്ന് അവിടുത്തെ എനിക്ക് കിട്ടണമെന്ന് വസ്ത്രമേ ഭാവിനെ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞാൻ മനസ്സിലാക്കി വിഷമയമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവിൽ ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് അങ്ങനെ എനിക്ക് കിട്ടണമെന്ന് അവിടുത്തെ എനിക്ക് കിട്ടണമെന്ന് പരിസരമേ ഭാവിനെ പോയി ഞാൻ മനസ്സിലാക്കി വിഷമയമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് അങ്ങനെ എനിക്ക് കിട്ടണമെന്ന് നിങ്ങളുടെ തരത്തിലുള്ള എനിക്ക് കിട്ടണമെന്ന് പരിസരമേ ഭാവികളെ വേണ്ടി പോയി ഞാൻ മനസ്സിലാക്കി വിഷമയമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവിൽ ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് എനിക്ക് കിട്ടണമെന്ന് നിങ്ങളുടെ തരത്തിലുള്ള എനിക്ക് കിട്ടണമെന്ന് പരിസരമേ ഭാവികളെ വേണ്ടി പോയി ഞാൻ മനസ്സിലാക്കി വിഷമയമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് എനിക്ക് കിട്ടണമെന്ന് നിങ്ങളുടെ തരത്തിലുള്ള എനിക്ക് കിട്ടണമെന്ന് പരിസരമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കി വിഷമയമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവിൽ ഞങ്ങളുടെ ജോലി നിഷ്ഫലം ബോധ്യപ്പെട്ട അവിടുത്തെ ജോലിയിൽ സദാഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്ര അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് അങ്ങയുടെ ശ്രേണിയിൽ അങ്ങനെ കിട്ടണമെന്ന് നിങ്ങളുടെ തരത്തിലുള്ള കിട്ടണമെന്ന് പരിസരമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കി വിഷമയമേ. 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവിൽ ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് അങ്ങനെ ശ്രേണിയിൽ എനിക്ക് കിട്ടണമെന്ന് നിങ്ങളുടെ തരത്തിലുള്ള എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കി വിഷമയാണ്. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാ അഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് എനിക്ക് കിട്ടണമെന്ന് അങ്ങയുടെ ഒരു എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കി വിഷമയാണ്. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാ അഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കി വിഷമയാണ്. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. കർത്താവ് അങ്ങയുടെ ശ്രേണിയിൽ അങ്ങനെ കിട്ടണമെന്ന് എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കി വിഷമയമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. കർത്താവ് അങ്ങയുടെ ശ്രേണിയിൽ അങ്ങനെ കിട്ടണമെന്ന് എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കി വിഷമയമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് അങ്ങയുടെ ശ്രേണിയിൽ അങ്ങനെ കിട്ടണമെന്ന് എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കി വിഷമയമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് അങ്ങയുടെ ശ്രേണിയിൽ അങ്ങനെ കിട്ടണമെന്ന് എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കി വിഷമയമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് അങ്ങയുടെ ശ്രേണിയിൽ കിട്ടണമെന്ന് എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കി വിഷമയമേ. എന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് അങ്ങയുടെ ശ്രേണിയിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ തരത്തിലുള്ള എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കി വിഷമയമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാ അഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് അങ്ങയുടെ ശ്രേണിയിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ തരത്തിലുള്ള എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കും തമ്പുരാനുടെ അപേക്ഷകളമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് അങ്ങയുടെ ശ്രേണിയിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ തരത്തിലുള്ള എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ഭാവികളെ പോയി ഞാൻ മനസ്സിലാക്കും തമ്പുരാനുടെ അപേക്ഷകളമേ. ഒന്ന് പറയുന്നത് 15:58 എൻ്റെ വത്സര സഹോദരി കർത്താവ് ഞങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലി സദാഭിവൃദ്ധി പ്രാപിച്ച സ്ഥിരചിത്രം അജഞ്ചലമായിരിക്കും. നന്മ കർത്താവ് അങ്ങയുടെ ശ്രേണിയിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിലുള്ള എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ
തമ്പുരാനെ പാപികളാൽ വേണ്ടി പോയി ഞാൻ മനസ്സമേത തമ്പുരാൻ വീക്ഷണമേ അമ്മ 1 എൻ്റെ വത്സര സഹോദരി കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമെന്ന് ബോധ്യപ്പെട്ട അവിടുത്തെ ജോലി സദാഭിവൃദ്ധി പ്രാചസ്തര ചിത്രം അഞ്ചലിൽ മരിക്കുന്ന മാർഗ്ഗം സസ്യ കർത്താവിൻ കുട്ടികളാണ് നമ്മുടെ മാഷൻ കുട്ടികളാണ് ബസ്തോമേ പാപികളാൽ വേണ്ടി ഇപ്പോൾ ഞാൻ മനസ്സമേത തമ്പുരാൻ വീക്ഷണമേ അമ്മ റോമായിട്ട് വന്നാകയിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് ശിക്ഷാവധിയിൽ നിന്ന് മാർഗ്ഗം സസ്യ കർത്താവിൻ കുട്ടികളാണ് നമ്മുടെ മാഷൻ കുട്ടികളാണ് ബസ്തോമേ പാപികളാൽ വേണ്ടി പോയി ഞാൻ മനസ്സമേത വീക്ഷണമേ അമ്മ റോമായിട്ട് വന്നാകയിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നത് ശിക്ഷാവധിയിൽ നന്മ കുട്ടികളാണ് മാഷൻ കുട്ടികളാണ് ബസ്തോമേ പാപികളാൽ കൂടി പോയി മനസ്സമേത വീക്ഷണമേ അമ്മ റോമായിട്ട് വന്നാകയിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ കുട്ടികളാണ് അങ്ങോട്ട് തരത്തിലുള്ള മാഷൻ കുട്ടികളാണ് ബസ്തോമേ പാപികളാൽ കൂടി പോയി മനസ്സമേത വീക്ഷണമേ അമ്മ റോമായിട്ട് വന്നാകയിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ അങ്ങയുടെ അങ്ങനെ കുട്ടികളാണ് അങ്ങോട്ട് തരത്തിലുള്ള മാഷൻ കുട്ടികളാണ് പരിശുദ്ധമേ ഭാവിയിലാകട്ടെ പോയി മനസ്സിനെ വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാശീലം നന്മ സസ്യകർത്താവങ്ങളുടെ സ്ഥലം കിട്ടണമെന്ന് മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാകട്ടെ പോയി മനസ്സമേത് നമ്മുടെ വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാശീലം നന്മ സസ്യകർത്താവങ്ങളുടെ സ്ഥലം കിട്ടണമെന്ന് അങ്ങോട്ട് തരത്തിലുള്ള മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാകട്ടെ പോയി മനസ്സമേത് വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാശീലം നന്മ സസ്യകർത്താവങ്ങളുടെ സ്ഥലം കിട്ടണമെന്ന് തരത്തിലുള്ള മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാകട്ടെ പോയി മനസ്സമേത് നമ്മുടെ വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി പോയി മനസ്സമേത് നമ്മുടെ വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി പോയി മനസ്സമേത് നമ്മുടെ വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ കർത്താവിന്റെ മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി ഇപ്പോൾ ഞാൻ മനസ്സമേത് നമ്മുടെ വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി പോയി മനസ്സമേത് നമ്മുടെ വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോയി യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി പോയി മനസ്സമേത് നമ്മുടെ വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോയി യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ സ്ഥലം അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ തരത്തിൽ മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി പോയി മനസ്സമേത് നമ്മുടെ വീക്ഷണമേ റോമായിട്ട് വന്ന് ആകെ പോയി യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ സ്ഥലം കിട്ടണമെന്ന് അങ്ങയുടെ തരത്തിൽ മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി പോയി മനസ്സമേത് വീക്ഷണമേ റോമായിട്ട് വന്ന് ആകെ പോയി യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ സ്ഥലം അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ തരത്തിൽ മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി ഇപ്പോൾ ഞങ്ങൾ മനസ്സമേത് വീക്ഷണമേ റോമായിട്ട് വന്ന് ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ സ്ഥലം അങ്ങനെ കിട്ടണമെന്ന് മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി പോയി മനസ്സമേത് വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ സ്ഥലം അങ്ങനെ കിട്ടണമെന്ന് മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി പോയി മനസ്സമേത് വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ സ്ഥലം അങ്ങനെ കിട്ടണമെന്ന് മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി പോയി മനസ്സമേത് വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി പോയി മനസ്സമേത് വീക്ഷണമേ റോമായിട്ട് വന്ന ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ സ്ഥലം അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ തരത്തിലുള്ള മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി പോയി മനസ്സമേത് വീക്ഷണമേ റോമായിട്ട് വന്ന് ആകെ പോലീസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയിൽ നന്മ സസ്യകർത്താവങ്ങളുടെ സ്ഥലം അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ തരത്തിലുള്ള മാഷൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേത് നമ്മുടെ വീക്ഷണമേ മർക്കോസ് 13:11 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകും എന്ന് പറയണമെന്ന് വിചാരിച്ചു ഉൾക്കാണ്ട സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കും. നിങ്ങളെല്ലാ പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുന്നത് ഭാവിയിലാൽ ഇപ്പോൾ ഞങ്ങൾ മനസ്സമേത് വീക്ഷണമേ മർക്കോസ് 13:11 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്ന് വിചാരിച്ച് ഉൾക്കണ്ടാകുലരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കും. നിങ്ങളെല്ലാ പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. ഇപ്പോൾ ഞങ്ങൾ മനസ്സമേത് വീക്ഷണമേ മർക്കോസ് 13:11 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് എന്ന് വിചാരിച്ച് ഉൾക്കണ്ടാകുലരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കും. നിങ്ങളെല്ലാ പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. കർത്താവിന്റെ പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി ഇപ്പോൾ ഞങ്ങൾ മനസ്സമേത് വീക്ഷണമേ മർക്കോസ് 13:11 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉൾക്കണ്ടാകുലരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കും. നിങ്ങളെല്ലാ പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അങ്ങനെ കിട്ടണമെന്ന് അങ്ങനെ ദരിദ്രമായ ശക്തി കിട്ടണമെന്ന് പരിശുദ്ധമേ ഭാവിയിലാൽ കൂടി പോയി ഞങ്ങൾ മനസ്സമേത് വീക്ഷണമേ മർക്കോസ് 13:11 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉൾക്കണ്ടാകുലരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവിൻ.
നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടലാണ് അങ്ങോട്ട് ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സമേതം വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഉൾക്കണ്ട എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉൾക്കണ്ടാവില്ലാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കും നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ ഇടയിൽ അങ്ങനെ കിട്ടാൻ ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ബാബിലാൽ കൂടി ഇപ്പോൾ ഞാൻ മനസ്സമേതം വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഉൾക്കണ്ടാവില്ലാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ എന്തോ അത് സംസാരിക്കും നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുന്നത് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ എനിക്ക് കിട്ടണമെന്ന് അങ്ങനെ ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥാനമേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സമേതം വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയുന്നത് വിചാരിച്ചു കൊടുക്കേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുന്ന നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുന്നത് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ എനിക്ക് കിട്ടണമെന്ന് നിങ്ങൾ ദരിദ്രമായ മനുഷ്യൻ കിട്ടണമെന്ന് പരിസ്ഥാനമേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സമേതം വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയുന്നത് എന്ന് വിചാരിച്ച് ഉൾക്കണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവാൻ നിങ്ങളെല്ലാ പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുന്നത് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ എനിക്ക് കിട്ടണമെന്ന് നിങ്ങൾ ദരിദ്രമായ മനുഷ്യൻ കിട്ടണമെന്ന് പരിശുദ്ധാത്മേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സമേതം വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉൾക്കണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവാൻ നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുന്നത് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ ഇടയിൽ അങ്ങനെ കിട്ടണമെന്ന് ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധാത്മേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സമേത്ത് നമ്മുടെ വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉണ്ടാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവാൻ നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുന്നത് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ എനിക്ക് കിട്ടണമെന്ന് അങ്ങനെ ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധാത്മേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സമേത്ത് നമ്മുടെ വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉൾക്കണ്ടാവില്ലാണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവാൻ നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുന്നത് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ ഇടയിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങോട്ട് തരത്തിലുള്ള ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധാത്മേ ബാബിലാൽ പോയി ഞാൻ മനസ്സമേതമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഉൾക്കണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കും നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ ഇസ്രായേലിൽ അങ്ങനെ കിട്ടണമെന്ന് ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സമേതം വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ചു ഉൾക്കണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കും നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ ഇസ്രായേലിൽ അങ്ങനെ കിട്ടണമെന്ന് ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാൽ കൂടി ഇപ്പോൾ ഞാൻ മനസ്സമേതം വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ചു ഉൾക്കണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കും നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി അങ്ങയുടെ ഇസ്രായേലിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ തരത്തിലുള്ള ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സമേതം സംബ്രാന വേശ്യയോളണമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ചത് ഉൾക്കണ്ടാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കും നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക അങ്ങനെ പറഞ്ഞാൽ ഈ സസ്യകർത്താൻ കിട്ടണമെന്ന് ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സമേതം സംബ്രാന വേശ്യയോളണമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഉൾക്കണ്ടാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കും നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക ഞാൻ പറഞ്ഞാൽ ഈ സസ്യകർത്താൻ കിട്ടണമെന്ന് ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സമേതം വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ചു ഉൾക്കണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുകയും നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുന്നത് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ ഇസ്രായേലിൽ അങ്ങനെ കിട്ടണമെന്ന് ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സേതം വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ചു ഉൾക്കണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത് എന്തോ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുക നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ ഇസ്രായേലിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങോട്ട് ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സേതം വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ചു ഉൾക്കണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കും നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ കിട്ടണമെന്ന് അങ്ങോട്ട് ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സേതം വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ചു ഉൾക്കണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കും നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ കിട്ടണമെന്ന് അങ്ങനെ ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സേതം വിഷയമേ മർക്കോസ് 13 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉൾക്കണ്ടാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുകയും ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക ഞാൻ പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ കിട്ടണമെന്ന് അങ്ങോട്ട് ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാൽ പോയി ഞാൻ മനസ്സേതം വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ കിട്ടണമെന്ന് ദരിദ്രമായ ശനിക്ക് കിട്ടണം പരിശുദ്ധമേ ബാബിലാൽ പോയി ഞാൻ മനസ്സേതം വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ കിട്ടണമെന്ന് മനുഷ്യൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാൽ പോയി ഞാൻ മനസ്സമയത്ത് വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ ഞാൻ പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിൻ്റെ കിട്ടണമെന്ന് മനുഷ്യൻ കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാൽ പോയി ഞാൻ മനസ്സമയത്ത് വിഷയമേ 1 യോഹന്നാൻ 2:25
25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിൻ ശ്രീ മനുഷ്യനിരിക്കപ്പെടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിൻ ശ്രീ മനുഷ്യനിരിക്കപ്പെടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിൻ ശ്രീ മനുഷ്യനിരിക്കപ്പെടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിൻ ശ്രീ മനുഷ്യനിരിക്കപ്പെടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അങ്ങനെ കേൾക്കിട്ടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ കേൾക്കിട്ടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അങ്ങനെ കേൾക്കിട്ടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ കേൾക്കിട്ടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അങ്ങനെ കേൾക്കിട്ടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ കേൾക്കിട്ടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ കേൾക്കിട്ടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ കേൾക്കിട്ടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ കേൾക്കിട്ടാണ് മനുഷ്യനിരിക്കപ്പെടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അങ്ങനെ കേൾക്കിട്ടാണ് മനുഷ്യനിരിക്കപ്പെടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ കേൾക്കിട്ടാണ് മനുഷ്യനിരിക്കപ്പെടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ കേൾക്കിട്ടാണ് മനുഷ്യനിരിക്കപ്പെടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ കേൾക്കിട്ടാണ് മനുഷ്യനിരിക്കപ്പെടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ കേൾക്കിട്ടാണ് മനുഷ്യനിരിക്കപ്പെടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ കേൾക്കിട്ടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ കേൾക്കിട്ടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ കേൾക്കിട്ടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ കേൾക്കിട്ടാണ് പരിശോധനമേ ബാബിലാൽ കഴിയുന്ന മനസ്സിനെ വിഷയമേ 1 യോഹന്നാൻ 2:25 അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. നന്മ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ കേൾക്കിട്ടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ കേൾക്കിട്ടാണ് പരിശോധനമേ ബാബിലാൽ കഴിയും ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിനെ വിഷയമാണമേ ആമേ 1 Corintios 1:31 അഭിമാനിക്കുന്ന കർത്താവിൽ അഭിമാനിക്കരുത്. തന്മാർ ഈ സസ്യകർത്താൻ ഗീപ്ലാണ് മനുഷ്യൻ ഗീപ്ലാണ് ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് തമ്മിലാണ് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്ന കർത്താവിൽ അഭിമാനിക്കരുത്. തന്മാർ ഈ സസ്യകർത്താൻ ഗീപ്ലാണ് മനുഷ്യൻ ഗീപ്റ്റനാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് തമ്മിലാണ് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കരുത്. തന്മാർ ഈ സസ്യകർത്താൻ ഗീപ്റ്റനാണ് മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാനാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് തമ്മിലാണ് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കരുത്. തന്മാർ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അനുഗ്രഹിക്കപ്പെടാനാണ് മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാനാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കരുത്. തന്മാർ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അനുഗ്രഹിക്കപ്പെടാനാണ് മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാനാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കരുത്. തന്മാർ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അനുഗ്രഹിക്കപ്പെടാനാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാനാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കരുത്. തന്മാർ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അനുഗ്രഹിക്കപ്പെടാനാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാനാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നന്മാർ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അങ്ങനെ കിട്ടാണ് തരത്തിലുള്ള മനുഷ്യൻ കിട്ടാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നന്മാർ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അങ്ങനെ കിട്ടാണ് തരത്തിലുള്ള മനുഷ്യൻ കിട്ടാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നന്മാർ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അങ്ങനെ കിട്ടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ കിട്ടാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നന്മാർ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അനുഗ്രഹിക്കപ്പെടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നന്മാർ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അനുഗ്രഹിക്കപ്പെടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാണ് പരിസരമേ ബാബിലാൻ കൂടി ഇപ്പോൾ ഞങ്ങൾ മനസ്സമയത്ത് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കരുത്. നന്മാർ ഈ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നന്മാർ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അനുഗ്രഹിക്കപ്പെടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നന്മാർ ഈ സസ്യകർത്താവിന്റെ ശ്രീലയിൽ അനുഗ്രഹിക്കപ്പെടാണ് അങ്ങയുടെ തരത്തിലുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാണ് പരിസരമേ ബാബിലാൻ കൂടി പോയി മനസ്സമയത്ത് വിഷയമേ 1 Corintios 1:31 അഭിമാനിക്കുന്നവൻ
കർത്താവിൽ അഭിമാനിക്കട്ടെ. നന്മ അറിഞ്ഞാലും ഈ സൃഷ്ടി കർത്താവിനെ അനുഗ്രഹിക്കപ്പെടാൻ തൃപ്തിഫലമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥാനമേ പാപിലാൻകിനെ പോയി ഞാൻ മനസ്സായിരുന്നു വിഷണമേ ഒന്ന് ഒരു ദിവസം 31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നന്മ അറിഞ്ഞാലും ഈ സൃഷ്ടി കർത്താവിൻ്റെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാൻ തൃപ്തിഫലമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥാനമേ പാപിലാൻ വേണ്ടി ഇപ്പോൾ ഞാൻ മനസ്സായിരുന്നു വിഷണമേ ഒന്ന് ഒരു ദിവസം 31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നന്മ അറിഞ്ഞാലും ഈ സൃഷ്ടി കർത്താവിൻ്റെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാൻ തൃപ്തിഫലമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥാനമേ പാപിലാൻ വേണ്ടി ഇപ്പോൾ ഞാൻ മനസ്സായിരുന്നു വിഷണമേ ഒന്ന് ഒരു ദിവസം 31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നന്മ അറിഞ്ഞാലും ഈ സൃഷ്ടി കർത്താവിൻ്റെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാൻ തൃപ്തിഫലമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥാനമേ പാപിലാൻ വേണ്ടി ഇപ്പോൾ ഞാൻ മനസ്സായിരുന്നു നമ്മുടെ വിഷണമേ ഒന്ന് ഒരു ദിവസം 31 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നന്മ അറിഞ്ഞാലും ഈ സൃഷ്ടി കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെടാൻ തൃപ്തിഫലമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥാനമേ പാപിലാൻ വേണ്ടി ഇപ്പോൾ ഞാൻ മനസ്സായിരുന്നു വിഷണമേ പിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിൻ സ്തുതി അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കാമേ മനുഷ്യ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. രാജ്ഞി ഞങ്ങൾ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിക്ഷയെ സഹായിച്ചു കൊണ്ട് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധമായ രാജ്ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹിമയുടെ ഒന്നാം ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ താമ്പൂജിതമാണ്. ഞങ്ങളുടെ രാജ്യം ഭരണം ഞങ്ങളുടെ മനസ്സിൽ സ്വർഗത്തിലെ പല ഭൂമിയിലാണ്. എന്നേണ്ട കാലം ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളെ പ്ലാവനത്തിൽ വീഴാണ്ടിയാക്കരുത്. ദുഷ്ടാരൂപി ഞങ്ങൾ രക്ഷിക്കണമേ. ആമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയാവിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കും. നന്മ ഈ സസ്യകർത്താവെങ്കിലും അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയാവിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്നത്. നമ്മൾ ഈ സസ്യകർത്താവൻ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയാവിനയം, ക്ഷമ, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്ന മലയാളമേ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയാവിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്ന മലയാളമേ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാകുന്നു അങ്ങയുടെ ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്നു. പറഞ്ഞാൽ ഈ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയാവിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്നത്. നന്മ അറിഞ്ഞാലും ഈ സസ്യകർത്താവങ്ങളുടെ സുകളിൽ അനുഗ്രഹിക്കപ്പെടാന്ന് ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരം എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്നത്. പറഞ്ഞാൽ ഈ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയാവിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്നത്. പറഞ്ഞാൽ ഈ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയാവിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്നത്. പറഞ്ഞാൽ ഈ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ ദരിദ്രമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്നതിന് പറഞ്ഞാൽ ഈ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. അപേക്ഷ. കൊളോസസ് 3 ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്നതിന് പറഞ്ഞാൽ ഈ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്നതിന് പറഞ്ഞാൽ ഈ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്നതിന് പറഞ്ഞാൽ ഈ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കും. നന്മ പറഞ്ഞാൽ ഈ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കും. നന്മ പറഞ്ഞാൽ ഈ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് ദരിദ്രമായി ശനിഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്നതിന് പറഞ്ഞാൽ ഈ സസ്യകർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് ദരിദ്രമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസരമേ ഭാവലാൽക്കടെ പോയി മനസ്സമേതമേ. കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും
പരിശുദ്ധം എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയാവിനിയും സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുന്നതിന് മറിഞ്ഞാണ് യേശുസ്തി കർത്താവിയുടെ സ്ഥലമായി ശനിയാവുന്ന പരിശ്രമയാമേ ബാബിലാകുടി പോയി മനസ്സിലാമേ കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാജങ്ങളും പരിശുദ്ധം എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയാവിനിയും സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുന്നതിന് മറിഞ്ഞാണ് യേശുസ്തി കർത്താവിയുടെ സ്ഥലമായി ശനിയാവുന്ന പരിശ്രമയാമേ ബാബിലാകുടി പോയി മനസ്സിലാമേ കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാജങ്ങളും പരിശുദ്ധം എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയാവിനിയും സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുന്നതിന് കിട്ടാവുന്ന ശനിയാവുന്ന പരിശ്രമയാമേ ബാബിലാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മനസ്സമേതമേ കൊളോസസ് 3 ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാജങ്ങളും പരിശുദ്ധം എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയാവിനിയും സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുന്നതിന് മറിഞ്ഞാണ് കർത്താവിന്റെ അങ്ങയുടെ ദരിദ്രമായ ശനിക്ക് കിട്ടാവുന്ന പരിശ്രമയാമേ ബാബിലാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മനസ്സമേതമേ അപേക്ഷയുള്ളണമേ ആമേ. 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി എത്രയാണ് എനിക്ക് കിട്ടാവുന്ന ശനിക്ക് കിട്ടാവുന്ന പോയി ഞാൻ മനസ്സിലായ വിഷമയാമ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി എത്രയാണ് മറിഞ്ഞാൽ മീസസ്തി കർത്താവിന് എനിക്ക് കിട്ടാവുന്ന ദരിദ്രമായ ശനിക്ക് കിട്ടാവുന്ന പരിശ്രമയാമ പോയി ഞാൻ മനസ്സിലായ വിഷമയാമ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്രയാണ് മറിഞ്ഞാൽ മീസസ്തി എനിക്ക് കിട്ടാവുന്ന മനുഷ്യൻ കിട്ടുന്ന പരിസ്ഥിതി പോയി ഞാൻ മനസ്സിലായി വിഷമയാമ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്രയാണ് മറിഞ്ഞാൽ മീസസ്തി എനിക്ക് കിട്ടാവുന്ന മനുഷ്യൻ എനിക്ക് കിട്ടുന്ന പരിസ്ഥിതി പോയി ഞാൻ മനസ്സിലായി വിഷമയാമ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി എത്രയാണ് മീസസ് എനിക്ക് കിട്ടാവുന്ന മനുഷ്യൻ കിട്ടാവുന്ന പരിശ്രമമേ ബാബിലാകൂടി പോയി ഞാൻ മനസ്സിലായി വിഷമയാമി 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി എത്രയാണ് മീസസ് എനിക്ക് കിട്ടാവുന്ന അങ്ങനെ ദരിദ്രമായ മനുഷ്യൻ കിട്ടാവുന്ന പരിശ്രമമേ ബാബിലാകൂടി പോയി ഞാൻ മനസ്സിലായി വിഷമയാമി 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി എത്രയും ഞാൻ പറഞ്ഞാൽ മീസസ് എനിക്ക് കിട്ടാവുന്ന ദരിദ്രമായ മനുഷ്യൻ കിട്ടാവുന്ന പരിശ്രമമേ ബാബിലാകൂടി ഇപ്പോൾ ഞാൻ മനസ്സിലായ വിഷമയാമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എനിക്ക് കിട്ടാവുന്ന ദരിദ്രമായ എനിക്ക് കിട്ടാവുന്ന പരിശ്രമേ ബാബിലാകൂടി പോയി ഞാൻ മനസ്സിലായ വിഷമയാമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന ദരിദ്രമായ എനിക്ക് കിട്ടാവുന്ന പരിശ്രമേ ബാബിലാകൂടി പോയി ഞാൻ മനസ്സിലായ വിഷമയാമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് അത് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര ഞാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന ദരിദ്രമായ എനിക്ക് കിട്ടാവുന്ന പരിശ്രമേ ബാബിലാകൂടി പോയി ഞാൻ മനസ്സിലായ വിഷമയാമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര ഞാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന ദരിദ്രമായ എനിക്ക് കിട്ടാവുന്ന പരിശ്രമേ ബാബിലാകൂടി പോയി ഞാൻ മനസ്സിലായ വിഷമയാമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര ഞാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന അങ്ങനെ ദരിദ്രമായ എനിക്ക് കിട്ടാവുന്ന പരിശ്രമേ ബാബിലാകൂടി പോയി ഞാൻ മനസ്സിലായ വിഷമയാമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര പറഞ്ഞാൽ മീസസ്തി കർത്താവ് അങ്ങനെ കിട്ടാവുന്ന ദരിദ്രമായ ശനിക്ക് കിട്ടാവുന്ന പരിശ്രമേ ബാബിലാകൂടി ഇപ്പോൾ ഞങ്ങൾ മനസ്സിലായ വേശ്വണമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര എന്ന് പറഞ്ഞാൽ മീസസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടാവുന്ന അങ്ങയുടെ ദരിദ്രമായ ശനിക്ക് കിട്ടാവുന്ന പരിശ്രമേ ബാബിലാകൂടി ഇപ്പോൾ ഞങ്ങൾ മനസ്സിലായ വേശ്വണമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര എന്ന് പറഞ്ഞാൽ മീസസ്തികർത്താവിൻ്റെ സ്ത്രീകൾ എനിക്ക് കിട്ടലാണ് അങ്ങയുടെ ദരിദ്രഫലമായി ശനിക്ക് കിട്ടണമെന്ന് പരിശ്രമേ ബാബിലാകൂടി പോയി ഞാൻ മനസ്സിലായി ഭീഷണമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് അതിലൂടെ രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര എന്ന് പറഞ്ഞാൽ മീസസ്തികർത്താവിൻ്റെ സ്ത്രീകൾ എനിക്ക് കിട്ടലാണ് അങ്ങയുടെ ദരിദ്രഫലമായി ശനിക്ക് കിട്ടണമെന്ന് പരിശ്രമേ ബാബിലാകൂടി പോയി ഞാൻ മനസ്സിലായി ഭീഷണമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര എന്ന് പറഞ്ഞാൽ മീസസ്തികർത്താവിൻ്റെ സ്ത്രീകൾ എനിക്ക് കിട്ടലാണ് അങ്ങയുടെ ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാകൂടി പോയി ഞാൻ മനസ്സിലായി അപേക്ഷയുള്ളണമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര എന്ന് പറഞ്ഞാൽ മീസസ്തികർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിശുദ്ധമേ ബാബിലാകൂടി പോയി ഞാൻ മനസ്സിലായി അപേക്ഷണമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര ഞാൻ പറഞ്ഞാൽ മീസസ്തികർത്താവിൻ്റെ സ്ത്രീകൾ എനിക്ക് കിട്ടണമെന്ന് ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിശ്രമേ ബാബിലാകൂടി പോയി ഞാൻ മനസ്സിലായി വിഷമേ 1 Corinthians 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷണമാണ് രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞാൽ മീസസ്തി
കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിസ്ഥലമേ അമ്പലമേ പാവലാൽക്കുടെ പോയി ഞാൻ മനസ്സേതം വിഷണമേ ഒരു ദിവസം ഒന്ന് പറഞ്ഞിട്ട് നാശത്തോടെ ധരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷണമാണ് രക്ഷയിലൂടെ ധരിക്കുന്നത്. നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര നന്മ പറഞ്ഞാൽ സിസ്തി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിസ്ഥലമേ അമ്പലമേ പാവലാൽക്കുടെ പോയി ഞാൻ മനസ്സേതം വിഷണമേ ആമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടുത്തട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേ. നന്മ പറഞ്ഞാൽ ശക്തികിട്ടണമെന്ന് പോയി ഞാൻ മനസ്സിലാക്കി വിഷണമേ. ആമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നേക്കും അവനുള്ളതാണെന്ന് ആമേൻ. നന്മ പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്നതുപോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. നന്മ പറഞ്ഞാൽ കർത്താവിനോട് സ്ത്രീകൾ അനുഗ്രഹീതം പരിശ്രമേ ബാബുലാൻഡ് പോയി മനസ്സിലായി അപേക്ഷിക്കണമേ. ആമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് നിന്ന് ശക്തി ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അങ്ങയുടെ ദൈവമായ കിട്ടണമെന്ന് പരിശ്രമം പോയി ഞാൻ മനസ്സിലായത് തമ്മിലന്വേഷണമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെട്ട മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നന്മ പറഞ്ഞാൽ പോയി ഞാൻ മനസ്സിലാക്കി വിഷണമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുക്രിസ്തു വഴി മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നന്മ പറഞ്ഞാൽ എനിക്ക് കിട്ടണമെന്ന് ഫലമായി എനിക്ക് കിട്ടണം. പരിസരമേ പോയി ഞാൻ മനസ്സിലാക്കി വിഷണമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്ന് എന്നേക്കും അങ്ങനെയുള്ളതാണ്. ആമേൻ. നന്മ പറഞ്ഞാൽ എനിക്ക് കിട്ടണമെന്ന് അങ്ങയുടെ ദരിദ്രമായ എനിക്ക് കിട്ടണമെന്ന് പരിസരമേ പോയി ഞാൻ മനസ്സിലാക്കി വിഷണമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് ലഭിച്ച ശക്തി കൊണ്ടെന്ന് പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നന്മ പറഞ്ഞാൽ പോയി ഞാൻ മനസ്സിലാക്കി വിഷണമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുക്രിസ്തു വഴി മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നന്മ പറഞ്ഞാൽ അങ്ങയുടെ ദരിദ്രമായ എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ബാബുലാൻഡ് പോയി ഞാൻ മനസ്സിലാക്കി വിഷണമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നതിനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്ന് എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നന്മ എനിക്ക് കിട്ടണമെന്ന് അങ്ങയുടെ ദരിദ്രമായ ശക്തി കിട്ടണമെന്ന് പരിസ്ഥലമേ ബാബുലാൻഡ് പോയി ഞാൻ മനസ്സിലാക്കി വിഷണമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നത് പോലെ നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്ന് എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നന്മ പ്രസംഗിക്കുന്ന ദൈവത്തിന് അരുളപ്പാട് ലഭിക്കുന്നതിനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചതോ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുക്രിസ്തു വഴി മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നന്മ എനിക്ക് കിട്ടണമെന്ന് പരിസരമേ ബാബുലാൻഡ് പോയി ഞാൻ മനസ്സിലാക്കി വിഷണമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നതിനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുക്രിസ്തു വഴി മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്ന് എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നന്മ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി വിഷണമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൻ്റെ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടെന്ന പോലെ ശുശ്രൂഷിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്ന് എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നന്മ പറഞ്ഞാൽ പോയി ഞാൻ മനസ്സിലാക്കി വിഷണമേ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്ന് എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നന്മ എനിക്ക് കിട്ടണമെന്ന്
അങ്ങയുടെ ദരിദ്രമായ ശരീരനാണ് വസ്ത്രമേ അമരാനുമേ ബാബലാൽ കൂടി പോയി ഞാൻ മനസ്സിലായി ഭീഷണമേ ഒന്ന് പത്രസ്ഥാനപതിന് പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ, ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് ലഭിച്ച ശക്തി കൊണ്ടെന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നന്മ ഈ സൃഷ്ടികർത്താവിനുള്ള ശാന്തികിട്ടലാണ് പരിസരമേ അമരാനുമേ ബാബലാൽ കൂടി പോയി ഞാൻ മനസ്സിലായി ഭീഷണമേ ഒന്ന് പത്രസ്ഥാനപതിന് പ്രസംഗിക്കുന്നവൻ ദൈവത്തിന് എല്ലാ പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ, ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് ലഭിച്ച ശക്തി കൊണ്ടെന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെട്ട മഹത്വവും ആധിപത്യവും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. നന്മ ഈ സൃഷ്ടികർത്താവിനുള്ള അങ്ങയുടെ ദരിദ്രമായ ശാന്തികിട്ടലാണ് പരിസരമേ അമരാനുമേ ബാബലാൽ കൂടി പോയി ഞാൻ മനസ്സിലായി ഭീഷണമേ ഒന്ന് പത്രസ്ഥാനപതിന് പ്രസംഗിക്കുന്നവൻ ദൈവത്തിന് എല്ലാ പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടെന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെട്ട് മഹത്വവും ആധിപത്യവും എന്ന് എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ മായ ശാന്തികിട്ടലാണ് പരിസരമേ ബാബലാൽ കൂടി പോയി ഞാൻ മനസ്സിലായി ഭീഷണമേ ഒന്ന് പത്രസ്ഥാനപതിന് പ്രസംഗിക്കുന്നവൻ ദൈവത്തിന് എല്ലാ പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടെന്ന പോലെ ശുശ്രൂഷിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെട്ട് മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ കിട്ടലാണ് അങ്ങയുടെ ദരിദ്രമായ ശാന്തികിട്ടലാണ് പരിസരമേ ബാബലാൽ കൂടി പോയി ഞാൻ മനസ്സിലായി ഭീഷണമേ. ആമേൻ. യോഹാറോ ഒന്ന് പത്രസ്ഥാനപതിന് പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പാട് നൽകുന്നവനെ പോലെ പ്രസംഗിച്ച് ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് ലഭിച്ച ശക്തി ഉണ്ടെന്ന പോലെ ശുശ്രൂഷിക്കുന്ന അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവേശ്വരയുടെ മാത്രപ്പെട്ട ആധിപത്യം നയിക്കാവുന്നതാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ ഈ സസ്യകർത്താൻ എനിക്ക് കിട്ടാണ് അവരുടെ ദരിദ്രമായ എനിക്ക് കിട്ടാണ് പരിസരമേ മനസ്സിലായി ഭീഷണമേ. ഒന്ന് പത്രസ്ഥാനപതിന് പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പാട് നൽകുന്നവനെ പോലെ പ്രസംഗിച്ച് ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് ലഭിച്ച ശക്തി ഉണ്ടെന്ന പോലെ ശുശ്രൂഷിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവേശ്വരയുടെ മാത്രപ്പെട്ട മഹത്വവും ആധിപത്യം നയിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ ആമേൻ. എന്ന് പറഞ്ഞാൽ ഈ സസ്യകർത്താൻ എനിക്ക് കിട്ടാണ് ദരിദ്രമായ എനിക്ക് കിട്ടണം പരിസരമേ ബാബലാൽ പോയി ഞാൻ മനസ്സിലായി ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്നത് ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുന്നത് ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവന വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. നന്മ ഈ സസ്തി ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്നത് ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുന്നത് ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവന വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. നന്മ ഈ സസ്തി ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുക എന്ത് പാനം ചെയ്യുന്നു ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ഉൾക്കണ്ടാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവൻ വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. നന്മ ഈ സസ്തികർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്ന പാനം ചെയ്യുന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉൾക്കണ്ടാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. നന്മ ഈ സസ്തികർത്താവിൻ്റെ ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്ന പാനം ചെയ്യുന്നത് ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ഉൾക്കുണ്ടാകും ഭക്ഷണത്തേക്കാൾ ജീവന വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. നന്മ ഈ സസ്യകർത്താവിന് കിട്ടലാണ് ഇങ്ങയുടെ ദരിദ്രമായ ശരീരം കിട്ടലാണ് പരിസരമേ ബാബലാൽ പോയി ഞാൻ മനസ്സിലായി ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്നത് ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുന്നത് ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. നന്മ ഈ സസ്യകർത്താവിന് ശരീരം കിട്ടലാണ് പരിസരമേ ബാബലാൽ പോയി ഞാൻ മനസ്സിലായി ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്നത് ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. നന്മ ഈ സസ്യകർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടലാണ് അങ്ങയുടെ ദരിദ്രമായ ശരീരം കിട്ടലാണ് പരിസരമേ ബാബലാൽ പോയി ഞാൻ മനസ്സിലായി ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്നു ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ഉൾക്കണ്ടാകുകയാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. നന്മ ഈ സസ്തി കർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടലാണ് നിങ്ങളുടെ ദരിദ്രമായ ശരീരം കിട്ടലാണ് പരിസരമേ പാവികളെ വേണ്ടി പോയി ഞാൻ മനസ്സിലായി ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്ന ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ഉൾക്കണ്ടാകുകയാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. നന്മ ഈ സസ്യകർത്താവിനെ കിട്ടലാണ് കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൻ വേണ്ടി ഇപ്പോൾ ഞാൻ മനസ്സിലായി ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുക എന്ത് പാനം ചെയ്യും എന്നത് ജീവനെക്കുറിച്ച് എന്ത് ശരീരത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കണ്ടാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. നന്മ ഈ സസ്യകർത്താവിന് കിട്ടലാണ് അങ്ങയുടെ ദരിദ്രമായ ശരീരം കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൻ വേണ്ടി ഇപ്പോൾ ഞാൻ മനസ്സിലായി ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്ന ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ഉൾക്കണ്ടാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. നന്മ ഈ സസ്യകർത്താവിന് കിട്ടണം പരിസരമേ ബാബലാൽ മനസ്സിലായി ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്ന ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ഉൾക്കണ്ടാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. നന്മ ഈ സസ്യകർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടാണ് അങ്ങയുടെ ദരിദ്രമായ ശരീരം കിട്ടണമെന്ന് പരിസരമേ ബാബലാൽ മനസ്സിലായി ഭീഷണമേ. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്ന ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുമെന്ന്
ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ നന്മ നിറഞ്ഞ സുസ്ഥിരതാവിനെ കിട്ടാന്ന് കരുതിരുമാശം കിട്ടാന്ന് പരിശ്രമേ ഭാവിലാൻ വേണ്ടി ഇപ്പോൾ ഞാൻ മനസ്സിലായതും വിഷമത്തായ 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്ന ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ഞാൻ പറഞ്ഞ സുസ്ഥിരതാവിനെ കിട്ടണമെന്ന് കരുതിരുമാശം കിട്ടണമെന്ന് വസ്തുതമേ ഭാവിലാൻ പോയി ഞാൻ മനസ്സിലായതും വിഷമത്തായ 6:25 ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്ന ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ഞാൻ പറഞ്ഞ സുസ്ഥിരതാവിനെ അങ്ങനെ കിട്ടണമെന്ന് അങ്ങോട്ട് ദരിദ്രമായ ശരീരം കിട്ടണമെന്ന് വസ്തുതമേ ഭാവിലാൻ പോയി ഞാൻ മനസ്സിലായതും വിഷമയാമി മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്ന ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുന്നത് ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല ഞാൻ പറഞ്ഞ സ്വസ്തി കർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ദരിദ്രഫലമായി കിട്ടണമെന്ന് പരിശ്രമേ ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ മനസ്സമേതം വീക്ഷണമേ മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്ന ജീവനെക്കുറിച്ചും എന്ത് ധരിക്കുന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ നന്മ ഞാൻ സ്വസ്തി കർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ദരിദ്രഫലമായി കിട്ടണമെന്ന് പരിശ്രമേ ഭാവികളെ പോയി ഞാൻ മനസ്സമേതം വീക്ഷണമേ മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ നന്മ ഞാൻ സ്വസ്തി ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്നത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ച് എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഭക്ഷണത്തേക്കാൾ വസ്ത്രവും ചെയ്യും ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ നന്മ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കുന്നത് എന്ത് പാനം ചെയ്യുന്ന ജീവനെക്കുറിച്ച് എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ നന്മ മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ച് എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല നന്മ കിട്ടാന്ന് അങ്ങനെ തരത്തിലുള്ള കിട്ടാന്ന് മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ എനിക്ക് കിട്ടാന്ന് കരുതരമായ ശക്തി കിട്ടാന്ന് മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ മീസസ്തി കർത്താവിനെ എനിക്ക് കിട്ടാന്ന് കരുതരമായ ശക്തി കിട്ടാന്ന് മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ മീസസ്തി കർത്താവിനെ എനിക്ക് കിട്ടാന്ന് കരുതരമായ ശക്തി കിട്ടാന്ന് മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ സ്വസ്തി എൻ്റെ വചനത്തിൽ യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ സ്വസ്തി കർത്താവിൻ്റെ യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ സ്വസ്തി കർത്താവിൻ്റെ യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ സസ്യകർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ദരിദ്രമായ ശരീരം കിട്ടണമെന്ന് ബസ്സറിയാമേ ഭാവിലാൽ പോയി ഞാൻ മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ സസ്യകർത്താവിനെ സ്ത്രീ കിട്ടാনো അങ്ങോട്ട് ദരിദ്ര ഫലമായ ശരീരം കിട്ടണമെന്ന് ബസ്സറിയാമേ ഭാവിലാൽ കൂടി പോയി ഞാൻ മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ സസ്യകർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങോട്ട് ദരിദ്ര ഫലമായ ശരീരം കിട്ടണമെന്ന് ബസ്സറിയാമേ ഭാവിലാൽ കൂടി പോയി ഞാൻ മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ സസ്യകർത്താവിൻ്റെ സ്ത്രീകളിൽ എനിക്ക് കിട്ടണമെന്ന് അങ്ങോട്ട് ദരിദ്ര ഫലമായ ശരീരം കിട്ടണമെന്ന് ബസ്സറിയാമേ ഭാവിലാൽ കൂടി പോയി ഞാൻ മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ കിട്ടാന്ന് ദരിദ്രം വായിച്ചോ എനിക്ക് കിട്ടണമെന്ന് ബസ്സറിയാമേ ഭാവിലാൽ പോയി ഞാൻ മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ സസ്യകർത്താവിൻ്റെ സ്ത്രീകൾ എനിക്ക് കിട്ടണമെന്ന് ദരിദ്രം വായിച്ചോ എനിക്ക് കിട്ടണമെന്ന് ബസ്സറിയാമേ ഭാവിലാൽ വേണ്ടി പോയി ഞാൻ മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ കർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ദരിദ്രം വായിച്ചോ എനിക്ക് കിട്ടണമെന്ന് പരിശോധനമേ ഭാവിലാൽ കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ കർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ദരിദ്രമായ ശക്തി കിട്ടണമെന്ന് പരിശോധനമേ ഭാവിലാൽ കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ കർത്താവിൻ്റെ സ്ത്രീകളിൽ കിട്ടണമെന്ന് ദരിദ്രമായ ശക്തി കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൽ പോയി ഞാൻ മനസ്സിലായി യോഹന്നാൻ 8:31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ് നന്മ പറഞ്ഞാൽ കർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ശക്തി കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൽ പോയി ഞാൻ മനസ്സിലായി യോഹന്നാൻ 8:31
എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിന് എൻ്റെ ശിഷ്യനാണ്. ഞാൻ പറഞ്ഞാലും ഈ സുസ്ഥിരതാവെങ്കിൽ ശ്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ ദരിദ്രമായ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പരിസരമേ ബാബിലാൽക്കുടി പോയി ഞാൻ മനസ്സിലാക്കി അപേക്ഷണമേയാവാനായിട്ട് 31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ്. ഞാൻ പറഞ്ഞാലും ഈ സുസ്ഥിരതാവെങ്കിൽ ശ്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ ദരിദ്രമായ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പരിസരമേ ബാബിലാൽക്കുടി പോയി ഞാൻ മനസ്സിലാക്കി അപേക്ഷണമേയാവാനായിട്ട് 31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ്. ഞാൻ പറഞ്ഞാലും ഈ സുസ്ഥിരതാവെങ്കിൽ ശ്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ ദരിദ്രമായ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പരിസരമേ ബാബിലാൽക്കുടി പോയി ഞാൻ മനസ്സിലാക്കി യോഹന്നാനായിട്ട് 31 എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാണ്. ഞാൻ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവെങ്കിൽ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടതാണ്. പരിസരമേ ബാബിലാൽക്കുടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേ. പിതാവിന് പത്രം പരിശുദ്ധാത്മാനസ്തുതി അതിലെ പോലെ എപ്പോഴും നയിക്കാമേ. ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. രാജ്യങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെ വിശേഷങ്ങളെ സഹായത്തിനുള്ള ആവശ്യം ആത്മാക്കളെ സുഖത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധമായ രാജ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിൻ്റെ രാജ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശത്തിൻ്റെ രണ്ടാം ദിവ്യരഹസ്യം മഹിമയുടെ രണ്ടാം ദിവ്യരഹസ്യം ഈശോയുടെ സർക്കാരോഗണം. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ താമസിതമാണ്. ഞങ്ങളുടെ രാജ്യം വരണം. ഞങ്ങളുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകും. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാണ്ടിയാക്കരുതേ. ദുഷ്ടാരൂപി ഞങ്ങൾ രക്ഷിക്കണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണി നില പണിക്കാരുടെ ധ്വനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ല. കാവൽക്കാർ ഉണർന്നിരിക്കുന്ന വ്യർത്ഥം. ഞാൻ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് അനുഗ്രഹിക്കപ്പെടാമെന്ന് എഴുതത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് വയസ്സാണ്. ഞാൻ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണി നിലങ്ങൾ പണിക്കാരുടെ ധ്വനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ല. കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് അനുഗ്രഹിക്കപ്പെടാമെന്ന് എഴുതത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് വയസ്സാണ്. ഞാൻ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണി നിലങ്ങൾ പണിക്കാരുടെ ധ്വനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ല. കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് അനുഗ്രഹിക്കപ്പെടാമെന്ന് ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണി നില പണിക്കാരുടെ ധ്വനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് അനുഗ്രഹിക്കപ്പെടാമെന്ന് ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണി നില പണിക്കാരുടെ ധ്വനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് അനുഗ്രഹിക്കപ്പെടാമെന്ന് ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ ധ്വനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാമെന്ന് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാമെന്ന് എഴുതത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാമെന്ന് എഴുതത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാമെന്നും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാമെന്ന് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാമെന്ന് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ ധ്വനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് അനുഗ്രഹിക്കപ്പെടാമെന്ന് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ ധ്വനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് അനുഗ്രഹിക്കപ്പെടാമെന്ന് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ ധ്വനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് അനുഗ്രഹിക്കപ്പെടാമെന്ന് ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവ് അനുഗ്രഹിക്കപ്പെടാമെന്ന് ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി ഇപ്പോൾ ഞാൻ മനസ്സമയത്ത് തമ്പുരാൻ അപേക്ഷിച്ചോളണമേ. ആമേ. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നന്മ പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താവിൻ്റെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാമെന്ന് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പരിസരമേ ബാബിലാൽക്കുട്ടി പോയി ഞാൻ
മനസ്സമേത തമ്മിലാണ് അപേക്ഷയുള്ളമയാമി. സങ്കീർത്തനം 127:1 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. നന്മറിഞ്ഞ സൃഷ്ടി കർത്താവിന് കിട്ടലാന്ന് മാഷൻ കിട്ടലാന്ന് പരിസ്ഥിതി ഭാവികാലം കൂടി പോയി മനസ്സമേത തമ്മിലാണ് അപേക്ഷയുള്ളമയാമി. സങ്കീർത്തനം 127:1 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. നന്മറിഞ്ഞ സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെടലാന്നും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശനിക്കപ്പെട്ടാണെന്ന് പരിസ്ഥിതി ഭാവികാലം കൂടി പോയി മനസ്സമേത തമ്പ്രാനുണ്ട് വിഷണമയാമി. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. നന്മറിഞ്ഞ സൃഷ്ടി കർത്താവിൻ്റെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടാണ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശനിക്കപ്പെട്ടാണെന്ന് പരിസ്ഥിതി ഭാവികാലം കൂടി പോയി മനസ്സമേത വിഷണമയാമി. സങ്കീർത്തനം 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. നന്മറിഞ്ഞ സൃഷ്ടി കർത്താവിൻ്റെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടാണ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശനിക്കപ്പെട്ടാണ് പരിസ്ഥിതി ഭാവികാലം കൂടി പോയി മനസ്സമേത തമ്പ്രാൻ വിഷണമയാമി. കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തിയാൽ എന്ത് ചെയ്താൽ അതെല്ലാം കർത്താവ് യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞ സൃഷ്ടി കർത്താവിന് മനസ്സമേതമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തിയാൽ എന്ത് ചെയ്താൽ അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞ സൃഷ്ടി കർത്താവിന് മനസ്സമേതമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തിയാൽ എന്ത് ചെയ്താലും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ സൃഷ്ടി കർത്താവിന് എനിക്ക് കിട്ടലാണ് അങ്ങയുടെ ദരിദ്രം പ്രമാശം കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൽ കൂടി പോയി മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തിയാൽ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ സൃഷ്ടി കർത്താവിന് എനിക്ക് കിട്ടാന്ന് കരുതരമായ എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൽ കൂടി പോയി മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തിയാൽ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ സൃഷ്ടി കർത്താവിന് എനിക്ക് കിട്ടണമെന്ന് കരുതരമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്ന പരിസ്ഥിതി ഭാവിലാൽ കൂടി പോയി മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാലം പ്രവൃത്തിയാൽ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിന് അനുഗ്രഹിക്കപ്പെടാന്ന് കരുതരമായ അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി കൂടി പോയി മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തിയാൽ എന്ത് ചെയ്താലും കർത്താവായ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അതെല്ലാം അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിന് അനുഗ്രഹിക്കപ്പെടാന്ന് കരുതരമായ അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തിയാൽ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിന് അനുഗ്രഹിക്കപ്പെടാന്ന് അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി ഭാവിലാൽ മനസ്സമേതം വിഷമയാമേ നിങ്ങൾ വാക്കാല പ്രവൃത്തി കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തിയാൽ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവ് അങ്ങയുടെ ഇസ്രായേലിൽ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ പ്രമാശം അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി ഭാവിലാൽ കൂടി പോയി മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തികൾ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിന് കിട്ടണമെന്ന് അങ്ങയുടെ ദരിദ്രം ഫലമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൽ കൂടി പോയി മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തികൾ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ ദരിദ്രം ഫലമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൽ കൂടി പോയി മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തികൾ എന്ത് ചെയ്താലും അതെല്ലാം യേശു പിതാവായ അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ ദരിദ്ര ഫലമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൽ കൂടി പോയി മനസ്സമേതം വിഷമയാം കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തികളെ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ദരിദ്ര ഫലമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൽ കൂടി ഇപ്പോൾ ഞാൻ മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തികളെ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിന് സ്ത്രീകളിൽ കിട്ടണമെന്ന് ദരിദ്ര ഫലമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൽ കൂടി പോയി ഞാൻ മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തികളെ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിന് കിട്ടണമെന്ന് അങ്ങയുടെ ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൽ കൂടി പോയി ഞാൻ മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തികളെ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിന് എനിക്ക് കിട്ടണമെന്ന് അങ്ങയുടെ ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൽ കൂടി പോയി ഞാൻ മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തികളെ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിന് എനിക്ക് കിട്ടണമെന്ന് ദരിദ്രമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥിതി ഭാവിലാൽ കൂടി പോയി ഞാൻ മനസ്സമേതം വിഷമയാമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാല പ്രവൃത്തികളെ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി കർത്താവിന് എനിക്ക് കിട്ടണമെന്ന്
കിട്ടണമെന്ന് അങ്ങയുടെ ദൃത്യമുള്ള മാശം കിട്ടണമെന്ന് ബെസ്സോർ മേമേ ബാബിലാൽ കൃപയും മനസ്സിലായി ആമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാലും പ്രവൃത്തിയാലും എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിന്റെ പിതാവായ ദൈവത്തിൽ കൃതജ്ഞതാർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ നന്മ ജനമേ കർത്താവിന് കിട്ടണമെന്ന് അങ്ങയുടെ ദൃത്യമുള്ള മാശം കിട്ടണമെന്ന് ബെസ്സോർ മേമേ ബാബിലാൽ കൃപയും മനസ്സിലായി ആമേ കൊളോസസ് 3:17 നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലും എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിൽ കൃതജ്ഞതാർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ നന്മ ജനമേ കർത്താവിന് കിട്ടണമെന്ന് അങ്ങയുടെ ദൃത്യമുള്ള മാശം കിട്ടണമെന്ന് ബെസ്സോർ മേമേ ബാബിലാൽ കൃപയും മനസ്സിലായി വേശമുള്ളമേ ആമേ യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കുന്ന മാർജനം യേശുസ്തി കർത്താവിന് മനസ്സിൽ കിട്ടണമെന്ന് ബസ്തോമേ ബാബിലാൽ മനസ്സിലായി യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കുന്ന മാർജനം യേശുസ്തി കർത്താവിന് കിട്ടലാന്ന് അങ്ങനെ തരത്തിലുള്ള മാശം കിട്ടണമെന്ന് ബസ്തോമേ ബാബിലാൽ മനസ്സിലായി ഓക്കെ യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർ ദൈവം വാഗ്ദാനം ചെയ്യുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്ന പറഞ്ഞാൽ കിട്ടണമെന്ന് പരിസ്ഥലമേ ബാബിലാൻ പോയി ഞാൻ മനസ്സിലായത് ആമേ യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞു കർത്താവിന് ശ്രീലാനിക്ക് കിട്ടലാകുന്നു അങ്ങയുടെ ഉദരത്തിമലമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ബാബിലാൻ കൂടി പോയി മനസ്സിലായി ആമേ യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ കർത്താവിന് ശ്രീലാനിക്ക് കിട്ടലാകുന്നു ഉദരത്തിമലമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ബാബിലാൻ കൂടി പോയി മനസ്സിലായി ആമേ യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞു കർത്താവിന് കിട്ടലാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്ന പരിസ്ഥലമേ ബാബിലാൻ വേണ്ടി ഇപ്പോൾ ഞാൻ മനസ്സിലായി യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ കർത്താവിനോട് ഇസ്രായേൽ അങ്ങനെ കിട്ടണമെന്ന് ഫലമായി ശനിക്ക് കിട്ടണമെന്ന് ബസ്സോമേ ബാബിലാൻ പോയി ഞാൻ മനസ്സിലായി യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടണമെന്ന് ഫലമായി ശനിക്ക് കിട്ടണമെന്ന് ബസ്സോമേ ഭാവികൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സിലായി ആമേ യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടണമെന്ന് എനിക്ക് കിട്ടണമെന്ന് ബസ്സോമേ ബാബിലാൻ കൂടി പോയി ഞാൻ മനസ്സിലായി ആമേ 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടണമെന്ന് ബസ്സോമേ ബാബിലാൻ കൂടി പോയി ഞാൻ മനസ്സിലായി യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഇസ്രായേൽ അങ്ങനെ കിട്ടണമെന്ന് ബസ്സോമേ ബാബിലാൻ കൂടി പോയി ഞാൻ മനസ്സിലായി യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ കിട്ടലാണ് അങ്ങനെ തരത്തിൽ പ്രമാശം കിട്ടലാണ് ബസ്സോമേ ബാബിലാനൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സേഹിതം അപേക്ഷ യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രമാശം കിട്ടണമെന്ന് ബസ്സോമേ ബാബിലാൻ കൂടി ഇപ്പോഴും ഞങ്ങൾ മനസ്സിലായി യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടണമെന്ന് പ്രമാശം കിട്ടണമെന്ന് ബസ്സോമേ ബാബിലാൻ കൂടി ഇപ്പോൾ ഞങ്ങൾ മനസ്സിലായി യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടണമെന്ന് അങ്ങയുടെ തരത്തിൽ പ്രമാശം കിട്ടണമെന്ന് ബസ്സോമേ ബാബിലാൻ കൂടി പോയി ഞങ്ങൾ മനസ്സിലായി യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടണമെന്ന് പ്രമാശം കിട്ടണമെന്ന് പരിസ്ഥലമേ ബാബിലാൻ കൂടി പോയി ഞാൻ മനസ്സിലായി യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടണമെന്ന് അങ്ങയുടെ തരത്തിൽ പ്രമാശം കിട്ടണമെന്ന് പരിസ്ഥലമേ ബാബിലാൻ കൂടി പോയി ഞാൻ മനസ്സിലായി യാക്കോബ് 1 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന്
ലഭിക്കുന്ന നന്മ സൃഷ്ടികർത്താവ് ദൃഢമായ ശരീരമാണ് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലായ വിഷമയാമേ യാക്കോബ് എന്ന തൻ്റെ പരീക്ഷകൾ ക്ഷമയുടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്ന നന്മ സസ്യ കർത്താവ് എനിക്ക് കിട്ടണമെന്ന് ഫലമായി എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലായ വിഷമയാമേ യാക്കോബ് എന്ന തൻ്റെ പരീക്ഷകൾ ക്ഷമയുടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ അതന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സസ്യകർത്താവിന് എനിക്ക് കിട്ടണമെന്ന് ദൃഢഫലമായ ശരിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി മനസ്സിലാമേ യാക്കോബ് എന്ന തൻ്റെ പരീക്ഷകൾ ക്ഷമയുടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകൾ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സസ്തി കർത്താവിൻ്റെ സ്ഥലത്തിൽ അങ്ങനെ കിട്ടണമെന്ന് ദൃഢഫലമായ ശരിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നതാണ് വീക്ഷണമേ സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവിനെ എനിക്ക് കിട്ടണമെന്ന് അങ്ങനെ ദൃഢമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ പോയി ഞാൻ മനസ്സിലാക്കുന്നത് വിഷമയാമേ സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവിനെ എനിക്ക് കിട്ടണമെന്ന് അങ്ങനെ ദൃഢമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ പോയി ഞാൻ മനസ്സിലാക്കുന്നത് വിഷമയാമേ സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവിനെ എനിക്ക് കിട്ടണമെന്ന് ദൃഢമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ പോയി ഞാൻ മനസ്സിലാക്കുന്നത് വിഷമയാമേ സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യകർത്താവിനെ എനിക്ക് കിട്ടണമെന്ന് ദൃഢമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ദൃഢമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ദൃഢമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ഫലമായി ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് വിഷമയാമേ സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ഫലമായി ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് വിഷമയാമേ സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ഫലമായി ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് വിഷമയാമേ സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യകർത്താവിനെ കിട്ടണമെന്ന് ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് വിഷമയാമേ സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യകർത്താവിനെ എനിക്ക് കിട്ടണമെന്ന് ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് വിഷമയാമേ സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യകർത്താവിനെ എനിക്ക് കിട്ടണമെന്ന് ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് വിഷമയാമേ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യകർത്താവ് സ്ത്രീകളിൽ അങ്ങനെ കിട്ടലാണ് അങ്ങയുടെ ഫലമായി ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ ഫലമായി ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ ഫലമായി ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവിൻ്റെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ദൃഢമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി വേണ്ടി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവിൻ്റെ സ്ത്രീകളിൽ എനിക്ക് കിട്ടണമെന്ന് ദൃഢമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവിൻ്റെ സ്ത്രീകളിൽ എനിക്ക് കിട്ടണമെന്ന് ദൃഢമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിഷമയാമേ സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് ദൃഢമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിഷമയാമേ സങ്കീർത്തനം 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നന്മ സസ്യ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ കിട്ടണമെന്ന് അങ്ങയുടെ ദൃഢമായ ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞങ്ങൾ മനസ്സിലായത് തമ്പുരാനോട് അപേക്ഷയോടാണ് മേ സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരെ നന്മ സസ്യകർത്താവിനെ കിട്ടണമെന്ന് ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് വിഷമയാമേ സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവാൻ നന്മ സസ്യകർത്താവിനെ എനിക്ക് കിട്ടണമെന്ന് ശനിക്ക് കിട്ടണമെന്ന് പരിസ്ഥലമേ ഭാവിലാൽക്കൂടി പോയി ഞാൻ മനസ്സിലാക്കുന്നത് വിഷമയാമേ സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ
ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരിക. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരിക. നന്മ ഞാൻ ഈ സസ്യ കർത്താവിന് അനുഗ്രഹിക്കപ്പെടാന്ന് ഫലമായി ശല്യിക്കപ്പെടാന്ന് പരിസ്ഥിതി ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സിലായത് തമ്പുരാനുടെ അപേക്ഷ വരണമേ ആമേ. സംഗീതത്തിൽ 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. നന്മ ഞാൻ ഈ സസ്യ കർത്താവിന് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാന്ന് ഫലമായി ശല്യിക്കപ്പെടാന്ന് പരിസ്ഥിതി ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സിലായത് തമ്പുരാനുടെ അപേക്ഷ വരണമേ. സംഗീതത്തിൽ 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. നന്മ ഞാൻ ഈ സസ്യ കർത്താവിന് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാന്ന് ഫലമായി ശല്യിക്കപ്പെടാന്ന് പരിസ്ഥിതി ബാബിലാൽ കൂടി പോയി ഞാൻ മനസ്സിലായത് തമ്പുരാനുടെ അപേക്ഷ വരണമേ. സംഗീതത്തിൽ 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. നന്മ ഞാൻ ഈ സസ്യ കർത്താവിന് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി ശല്യിക്കപ്പെടാന്ന് പരിസ്ഥിതി ബാബിലാൽ ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ അപേക്ഷകളമേ ആമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. നന്മ ഞാൻ ഈ സസ്യ കർത്താവിന് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി ശല്യിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്ത് നമ്മുടെ അപേക്ഷകളമേ ആമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. നന്മ ഞാൻ ഈ സസ്യ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി ശല്യിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ വേണ്ടി പോയി ഞങ്ങൾ മരണസമയത്ത് നമ്മുടെ അപേക്ഷകളമേ ആമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്ന നന്മ ജനം ഈ സസ്യ കർത്താവിൻ്റെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി ശല്യിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ കൂടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്ത് നമ്മുടെ അപേക്ഷകളമേ ആമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്ന നന്മ ജനം ഈ സസ്യ കർത്താവിന് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ കൂടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്ത് നമ്മുടെ അപേക്ഷകളമേ ആമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവിൻ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. നന്മ ഞാൻ ഈ സസ്യ കർത്താവിൻ്റെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി ശല്യിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ കൂടി പോയി ഞങ്ങൾ മരണസമയത്ത് നമ്മുടെ അപേക്ഷകളമേ ആമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. നന്മ ഞാൻ ഈ സസ്യ കർത്താവിൻ്റെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ കൂടി പോയി ഞങ്ങൾ മരണസമയത്ത് നമ്മുടെ അപേക്ഷകളമേ ആമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. നന്മ ഞാൻ ഈ സസ്യ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ കൂടി പോയി ഞങ്ങൾ മരണസമയത്ത് ഭീഷണമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്ന നന്മ ഈ സസ്യ കർത്താവിങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ കൂടി പോയി ഞങ്ങൾ മരണസമയത്ത് തമ്പുരാനുടെ ഭീഷണമേ ആമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്ന നന്മ ഈ സസ്യ കർത്താവിങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ കൂടി പോയി ഞങ്ങൾ മരണസമയത്ത് തമ്പുരാനുടെ ഭീഷണമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്ന നന്മ ഈ സസ്യ കർത്താവിൻ്റെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ കൂടി പോയി ഞങ്ങൾ മരണസമയത്ത് തമ്പുരാനുടെ ഭീഷണമേ ആമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്ന നന്മ ഈ സസ്യ കർത്താവിങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ കൂടി പോയി ഞങ്ങൾ മരണസമയത്ത് തമ്പുരാനുടെ ഭീഷണമേ ആമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യും ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്ന നന്മ ഈ സസ്യ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ കൂടി പോയി ഞങ്ങൾ മരണസമയത്ത് തമ്പുരാനുടെ ഭീഷണമേ ആമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യും ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്ന നന്മ ഈ സസ്യ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ ഭീഷണമേ ആമേ. സങ്കീർത്തനം 102 സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷയും ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്ന നന്മ ഈ സസ്യ കർത്താവിനെ അനുഗ്രഹിക്കപ്പെടാന്ന് അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെടാന്ന് പരിസ്ഥിതി അമരാനുമേ ബാബിലാൽ കൂടി പോയി ഞാൻ മരണസമയത്തും തമ്പുരാനുടെ ഭീഷണമേ ആമേ. പിതാവിനും പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കാമേ. ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷണീയ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജവമാരുടെ രാജ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിൻ്റെ രാജ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിസ്ഥാനിയമറിയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കൂട്ടായ്മയുടെ ദർശനയുടെ സൃഷ്ടപ്രപഞ്ചത്തിൽ നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഞങ്ങളുടെ കാൽക്കൈ കൊണ്ടുവന്ന് തകർത്തുകളണമേ. ആമയോ ക്രിസ്തുനാഥിപിതാവിൻ്റെ ഉത്തരാംഗി അരുവിയപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സർവ്വജനതകളുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനങ്ങൾ യുദ്ധമാതിയായി വീഴുന്നവർ സംരക്ഷിക്കപ്പെട്ടെ. സർവ്വജനതകളുടെ നാഥിയായ മറിയം ഞങ്ങൾക്ക് അഭിഭാഷകയായിരിക്കട്ടെ. ആമേ.